സ്റ്റാക്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രോജക്ട്സ് ഏതൊക്കെയാണ്? പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോജക്റ്റ് ചെയ്യൽ ഓരോരുത്തരൊക്കെ ടേസ്റ്റും ഇൻട്രസ്റ്റും അനുസരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകൾ കുറച്ചെണ്ണം ഞാൻ സജഷൻസ് തരാം. നമുക്കൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം, ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് വോയിസ് ടു ടെക്സ്റ്റ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ടെക്സ്റ്റാക്കി ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലോഗ് കണ്ടൻറ്റ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്മാർട്ട് പ്രോഡക്റ്റ് റെക്കമെൻഡർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്മാർട്ട് പ്രോഡക്റ്റ് റെക്കമെൻഡറൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏത് വേണം, ഏതൊരു കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ കസ്റ്റമറുടെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളും അതൊക്കെ നല്ലൊരു ഫീച്ചറായിട്ട് വരും. അതുപോലെ തന്നെ റെസ്യൂം ചെക്കർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്രോജക്റ്റുകളൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇൻട്രസ്റ്റ് എന്താണ്, ഡെവലപ്പർ ചെയ്യുമ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് എന്താണ്, ഇത് നോക്കിക്കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്നാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഒരു വലിയൊരു ബേർഡനായിട്ട് വരില്ല, ഇൻട്രസ്റ്റിംഗ് ഒരു ജോബായിട്ട് മാറും.